ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രോഡ് കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഏജൻസീസിൻ്റെ ഉഡായ്പകൾ അല്ലെങ്കിൽ അവരുടെ കച്ചവട തന്ത്രങ്ങൾ അവരെന്തൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റിനെയും പിടിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. ഇതാരെയും ടാർഗറ്റ് ചെയ്യുന്ന ഒന്നുമല്ല, യൂഷ്വലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ചു നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈക്ക് ഇതുവരെ ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ വോയിസ് ക്വാളിറ്റി എന്നുള്ളത് വലിയ കാര്യമായിട്ട് ഉണ്ടാവത്തില്ല. അതുകൂടാണ്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ അതായത് ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2000 സ്റ്റുഡൻസിലധികം ഉണ്ട്. അതുകൂടാണ്ട് കുറേ പേരെന്നോട് ചോദിച്ച് ഞാൻ വേറെ കുറച്ച് കമ്മ്യൂണിറ്റീസിൽ ക്രിയേറ്റ് ചെയ്തു. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ, UK, അയർലൻഡ്, ന്യൂസിലൻഡ് ആൻഡ് ജർമ്മനി. ഈ ഒരു 5 കമ്മ്യൂണിറ്റീസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പം ഞാൻ കുറച്ച് പേരെ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുറേ പേര് എനിക്ക് അതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങൾ കാനഡയോ UKയോ ജർമ്മനിയോ അയർലൻഡോ ന്യൂസിലൻഡോ ഓസ്ട്രേലിയയോ ഇതിനകത്ത് ഏത് രാജ്യത്തിലെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ പഠിക്കുന്നതിനെ പറ്റി അറിയാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ വേറെ ആളുകളുമായിട്ട് അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കണക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കാൻ നേരത്ത് നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് എന്ന് വരുമ്പോൾ അതിൻ്റെ കൂടെ ഏത് രാജ്യമാണെന്നും ഹൈഫൻ ഇട്ടിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അയർലൻഡിട്ടാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് അയർലൻഡ് എന്ന് വിടുക. അപ്പം ഞാൻ നിങ്ങളെ അതേ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാൻ. അപ്പോൾ ഇനി നമുക്ക് ശരിക്കുമുള്ള മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വേറെ വീഡിയോസും കണ്ടിരുന്നു, കുറച്ച് ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചിരുന്നു. അതിൽ കൂടി കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏജൻസി ചെല്ലുവാണ്. നമ്മൾ ഏജൻസി ചെല്ലുമ്പോൾ തന്നെ ആദ്യം തന്നെ ചെല്ലുമ്പോൾ തന്നെ ഒരു കൗൺസിലറെ നമുക്ക് വേണ്ടിയിട്ട് അവർ തരും. അപ്പോൾ അവർ കൗൺസിലർ തരുന്നു, നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുവാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എനിക്ക് MBA പഠിക്കണം എന്നാണ് ആഗ്രഹം, ഇപ്പോൾ എനിക്ക് RMIT പഠിക്കണം എന്നാണ് ആഗ്രഹം. RMIT ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. RMIT പഠിക്കുന്നതാണ് ഭയങ്കര ആഗ്രഹം, അത് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, പിന്നെ എൻ്റെ കോഴ്സിന് നല്ലതാണെന്നാണ് ഞാൻ കേട്ടത്, അവിടെ പിന്നെ പഠിക്കുന്ന പിള്ളേരെയൊക്കെ ഞാൻ കുറച്ച് സംസാരിച്ചപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ള രീതിയിൽ ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ ചെന്ന് കൗൺസിലറിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ കൗൺസിലർ കേൾക്കുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമാണ്, RMIT യൂണിവേഴ്സിറ്റി ആണോ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി ആണോ, ഞാൻ കേട്ടിട്ടുണ്ട് നല്ല യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയയിൽ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇത് ചിലപ്പോൾ അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവത്തില്ല. അത് ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജോലിക്ക് ഇരിക്കുന്ന ഒരു കൗൺസിലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാക്സിമം റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത് 2 വർഷമാണെന്നാണ് നമുക്ക് മനസ്സിലായത്. 2 വർഷം മാക്സിമം റിട്ടൻഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി തുടങ്ങി അയാൾ മാക്സിമം വർക്ക് ചെയ്യുന്നത് 2 കൊല്ലമാണ് ആ ഒരു ജോലിയിലുള്ളൂ. അപ്പം അയാൾക്ക് വരുന്നൊരു എക്സ്പീരിയൻസ് മാക്സിമം 2 ഇയേഴ്സാണ്. അപ്പം അയാൾ എല്ലാ യൂണിവേഴ്സിറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക, എല്ലാ യൂണിവേഴ്സിറ്റിയെ പറ്റി ഫുള്ള് നോളജ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം അല്ല. അതെന്ന് വെച്ചാൽ കുറേ രാജ്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എത്ര യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും അവരും പറയാൻ വന്നത് ആ യൂണിവേഴ്സിറ്റി വേണ്ടി നമുക്കറിയാം നല്ല യൂണിവേഴ്സിറ്റിയാണ് എന്നതാണ്. എന്നോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാലോ, എസ്പെഷ്യലി കൊച്ചിൻ്റെ കോഴ്സിന് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി കൂടാണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ABC യൂണിവേഴ്സിറ്റിയും കൂടി നമുക്ക് അപ്ലൈ ചെയ്തിടാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി കിട്ടിയില്ലെങ്കിൽ ABC യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമല്ലോ. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഓസ്ട്രേലിയയിൽ എത്തുന്നതാണല്ലോ നമ്മുടെ മെയിൻ എയിം. അത് നടന്നാൽ പോരെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ല ഏത് രാജ്യം ആയിക്കോട്ടെ ആ രാജ്യത്ത് എത്തണതാണല്ലോ. അപ്പോൾ അത് നടന്നാൽ പോരെ. അപ്പോൾ സേഫ് സൈഡിന് വേണ്ടിയിട്ട് നമുക്ക് ABC യൂണിവേഴ്സിറ്റി കൂടി ആഡ് ചെയ്യാമെന്ന്. അപ്പം നിങ്ങളോർക്കും അപ്പം അത്രയും പാടാണല്ലേ, അങ്ങനെയാണെങ്കിൽ ശരിയാണ് നല്ല യൂണിവേഴ്സിറ്റി അല്ല, അപ്പം പാടായിരിക്കും, എന്നാൽ നമുക്ക് ഇതുകൂടി വയ്ക്കാമെന്ന് ഓർത്ത് നിങ്ങൾ വയ്ക്കും. അപ്പം അവർ കൺവിൻസ് ചെയ്യാൻ പല കാര്യങ്ങളും പറയും. ഇതൊക്കെ ഇവർ പറയണതിൽ എന്തായിരിക്കും കുഴപ്പം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രാക്ടിക്കൽ സിനാരിയോ പറയാം. അതായത് ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയ അല്ല ഏത് രാജ്യം ആയിക്കോട്ടെ കുറേ പൊട്ട യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് പറയുന്നു അയ്യോ ഇത് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി പൊട്ട യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ ബാഡ് റാങ്കിങ് ആണെന്നൊക്കെ പറയും. പക്ഷേ സ്റ്റിൽ ആ യൂണിവേഴ്സിറ്റീസിലൊക്കെ നിറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അവിടെയാണ് കമ്മീഷൻ വരുന്നത്. എല്ലാവർക്കും അറിയാം ഏജൻസീസിന് കമ്മീഷൻ കിട്ടുന്നുണ്ടുള്ള കാര്യം, ടൈപ്പ് ഉള്ള കാര്യം. കമ്മീഷൻ കിട്ടണമെന്നൊന്നും തെറ്റൊന്നുമില്ല, നമ്മളൊരു ബിസിനസ്സാണ് നടത്തുന്നത്, കമ്മീഷൻ കിട്ടുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ
പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയി ഏജൻസിനെ സമീപിക്കും. ഇപ്പം ഏജൻസ് അവർ റാങ്കിങ് ഒന്നും നോക്കത്തില്ല. അവർക്ക് എന്താ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സ്റ്റുഡൻസിൻ്റെ കമ്മീഷൻ കിട്ടണം, അല്ലെങ്കിൽ അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ കമ്മീഷനാണ്. അപ്പോൾ അവർ ആ യൂണിവേഴ്സിറ്റിനെ പറ്റി അധികം വലിയ കാര്യമായിട്ട് റിസർച്ച് നടത്തുന്നില്ല. ഓക്കെ, നല്ല കമ്മീഷനാണ്, എവിടെയാണോ നല്ല കമ്മീഷൻ ആ ഒരു രീതിയിൽ അവരെടുക്കുന്നു. അതാണ് ഇവിടെ വരുന്ന മെയിൻ പ്രശ്നം. അപ്പം ശരിക്കും ഇവിടെ ഉണ്ടാവുന്ന കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റീസ്, ഇപ്പം ഞാൻ പറഞ്ഞ ബാഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏജൻസിനെ സമീപിക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് തരുവാണെങ്കിൽ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 3 ലക്ഷം രൂപ കമ്മീഷനായിട്ട് ഓരോ സ്റ്റുഡൻറ്റിനും തരാമെന്ന് പറയും. പറ്റണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഏജൻസീസും ഈ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടോ അതിൻ്റെ റാങ്കിങ്ങിനെ പറ്റിയോ ഒന്നും ഇല്ല. അവർ കമ്മീഷൻ മാത്രം നോക്കണം. ഓക്കെ, 3 ലക്ഷം കിട്ടുന്നുണ്ടോ, ഓക്കെ എന്നാൽ അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് ഈ മെയിൻ ആയിട്ടുള്ള ബോസ്, ഇപ്പോൾ ഒരു ഏജൻസിയുടെ ബോസ് ചെന്നിട്ട് അവിടെയുള്ള കൺസൾട്ടൻസിനോട് പറയും. കൺസൾട്ടൻസിനെയാണ് നിങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത്. അതായത് നിങ്ങൾ ഒരു ഏജൻസി ചെല്ലുമ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്ന ഒരാളുണ്ടാവല്ലോ അവിടെ. അതുപോലെ കുറേ കൺസൾട്ടൻസ് ഉണ്ട്. അപ്പം അവരെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ബോസ് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇപ്പം പറഞ്ഞ ഈ കൺസൾട്ടൻസിനോട് ചെന്ന് പറയും, നിങ്ങൾ ആരെങ്കിലും ഈ രാജ്യത്തായിട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം, അത് പുഷ് ചെയ്യണം. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ അവരോട് പറയാം, ഇത്രയും ഫീസ് ഉള്ളൂ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട്, ഇവിടെ നല്ല സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ സ്റ്റുഡൻസിനോടും ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പറയണം. ആ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഈ XYZ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി. അപ്പോൾ XYZ തന്നെ ചൂസ് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അങ്ങനെ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 3 ലക്ഷം കമ്മീഷൻ കിട്ടും. അതിനകത്ത് 1.5 ലക്ഷം ഈ കൗൺസിലറിനും 1.5 ലക്ഷം കമ്പനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ബോസ് കൗൺസിലറിനോട് പറയും. കൗൺസിലർ ഇത് കേട്ടിട്ട് ഓക്കെ, എൻ്റെ ജോലി ഇതാണ്, ഓക്കെ ആ ഒരു രീതിയിൽ കൗൺസിലറും ചെയ്യും. കൗൺസിലറും ഞാൻ നേരത്തെ പറഞ്ഞ 2 വർഷമൊക്കെയാണ് മാക്സിമം റിട്ടൻഷൻ റേറ്റ്. അവർക്ക് അതിനുള്ള അറിവുള്ളൂ, അവരതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അറിവുള്ള ആരും ഇല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അറിവുള്ളവരും. കൺസൾട്ടൻസ് എന്ത് ചെയ്യും, ഇപ്പം ഏത് സ്റ്റുഡൻറ്റ് എന്നാലും ഈ ഒരു XYZ യൂണിവേഴ്സിറ്റി, ഇപ്പം സ്റ്റുഡൻറ്റ് പറയുന്നത് നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിരിക്കും, പക്ഷെ അവരോട് പറയും, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനൊക്കെ പാടാണ്, നിങ്ങളുടെ ഗ്രേഡൊക്കെ വെച്ചിട്ട് കിട്ടാൻ ഇച്ചിരി കൂടി പാടായിരിക്കും, നിങ്ങളുടെ ഗ്രേഡ് ആദ്യം ചോദിക്കും. അപ്പോൾ പറയും, എൻ്റെ ഇത്രയാണെന്ന്. അയ്യോ മോക്ക് ഇത്രയും ഗ്രേഡാണുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കിട്ടാനായിട്ട് പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ XYZ യൂണിവേഴ്സിറ്റിയിൽ വയ്ക്കാം, അവിടെ ആകുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിൽ അവർ കൺവിൻസ് ചെയ്യും. ഇവരെപ്പോഴും XYZ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനെ കേട്ട് ഒരുമാതിരി മാനിഫെസ്റ്റേഷൻ പോലെ, XYZ യൂണിവേഴ്സിറ്റി നല്ലതാണ്, അപ്പോൾ അത് നല്ല യൂണിവേഴ്സിറ്റി ആയിട്ട് ഇപ്പോൾ അവർ വേറൊരു കാര്യം പറഞ്ഞോ, ഇതിപ്പോൾ 1 ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്, കുറേ സ്റ്റുഡൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ചെല്ലുന്ന ആളുകളെ സ്റ്റുഡൻസിനെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ പൊട്ട യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടി കുറേ സ്റ്റുഡൻസ് ചെല്ലുന്നത്. വേറെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റുഡൻസിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗ്രേഡ്സ് കുറവാണെങ്കിൽ അവർ പറയും, ഗ്രേഡ്സ് കുറവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി കിട്ടത്തേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ XYZ കൺവിൻസ് ചെയ്യാൻ നോക്കും. അതുകൂടാണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, XYZ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയും. അതുകൂടാണ്ട് ആ ഒരു ഏരിയ ആണെങ്കിൽ പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അങ്ങനെ പല എന്താ കൺവിൻസിങ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് ഏജൻസീസ് പറഞ്ഞ് നിങ്ങളെ വീഴ്ത്താൻ നോക്കും. ആ കാര്യം അവർ ചോദിക്കാൻ വന്ന ഫണ്ടിൻ്റെ കേസ്. അവർ ചോദിക്കും, ഫണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും ഫീസൊക്കെ ആവത്തില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ പറയും, നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഭയങ്കര ഫീസാണ്, പക്ഷേ XYZ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് സ്കോളർഷിപ്പൊക്കെ നേടിയെടുക്കാൻ നോക്കാം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അവർ എന്താണ് കുറച്ചൊരു 10% സ്കോളർഷിപ്പ് മേടിച്ച് തരും, ഇപ്പോൾ പറഞ്ഞ XYZ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ, അതായത് കൺവിൻസ് ചെയ്യുന്നതാണ്. നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന എങ്ങനെ, ഈ ഒരു XYZ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര % സ്കോളർഷിപ്പ് എന്തായാലും മേടിച്ചു തരാം, മറ്റേ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല സ്കോളർഷിപ്പ് കിട്ടുമോ എന്നുള്ള രീതിയിൽ, അത്രയും നല്ല യൂണിവേഴ്സിറ്റി അല്ലേ എന്നുള്ള രീതിയിൽ പറയും. പിന്നെ അവർ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ കൂടെ ചോദിക്കുന്നതാണ്, എങ്ങനെ എഡ്യൂക്കേഷൻ ലോണാണോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഫീസ് അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എഡ്യൂക്കേഷൻ ലോണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏജൻസീസ് ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്, ചില ബാങ്ക്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ബാങ്കിൽ കൂടെ തന്നെ ലോൺ എടുക്കാൻ ഇവർ പ്രേരിപ്പിക്കും. അതായത് അവർ പറയും, ഈ ABC ബാങ്ക് വഴി ലോൺ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തന്നെ ലോൺ ശരിയാക്കി തരാം. അപ്പോൾ ബാങ്ക്സുമായിട്ട് ചില ഏജൻസീസിന് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അവർ പറയണേ ഈ ബാങ്ക് വഴി തന്നെ നോക്കണമെന്ന് പറയും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പറയുവാണ് വേറെ ബാങ്ക് വഴിയാണെന്ന് പറയുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർ കുറച്ചുകൂടി പ്രോസസ്സ് നമ്മുടെ ഡിലേ ആക്കുന്ന രീതിയിൽ ചെയ്യുന്നത് പോലെയും ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്ര ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ബാങ്ക്സുമായിട്ടും ടൈപ്പ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവർ കമ്മീഷൻ മേടിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില
ഏജൻസീസ് സ്റ്റുഡൻസിന് സർവീസ് ഫീ എന്ന് പറഞ്ഞിട്ട് വേറെ പൈസ മേടിക്കും. അപ്പോൾ ഞാൻ ഓർക്കുക, ഇവർക്ക് ശരിക്കും പൈസ കൊടുക്കേണ്ടത് യൂണിവേഴ്സിറ്റീസാണ്. യൂണിവേഴ്സിറ്റീസ് അത്യാവശ്യത്തിൽ കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവർ സ്റ്റുഡൻസിൻ്റെ സർവീസ് ഫീ എന്നും പറഞ്ഞ് പിന്നെയും വാങ്ങുന്നു. അപ്പോൾ അതൊക്കെ എത്ര ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഏജൻസി ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കണ്ട് ചെയ്യുക. കാര്യം അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്, എന്നിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ഫീ എന്നൊക്കെ മേടിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ചില ഏജൻസീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സർവീസ് ഫീ എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കും നിങ്ങൾ സ്റ്റുഡൻ്റ് ആവുകയാണെങ്കിൽ. ചിലർ തിരിച്ചേ കൊടുക്കത്തില്ല. അതിൻ്റെ ഒന്നും എനിക്ക് തിരിച്ചേ കൊടുക്കാത്ത ഏജൻസീസിൻ്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പൈസ കിട്ടിയിട്ടും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇനിയും സ്റ്റുഡൻസിന് എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് സൊല്യൂഷൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്യാന്നാണ്. റിസർച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഓൺലൈനിൽ പോയി നോക്കാന്നല്ല. ഇപ്പം ലിങ്ക്ഡിനിൽ പോയി നോക്കുക. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുക. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ കോഴ്സ് എങ്ങനെയാണ്. ചില ഏജൻസീസ് ചില കോഴ്സ് മാത്രം പുഷ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റീസ് അല്ലാണ്ട്. അപ്പം ഓരോ കോഴ്സിൻ്റെ ആയിക്കോട്ടെ, ഈ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ അവിടെ ഓൾറെഡി പഠിക്കുന്നത് സ്റ്റുഡൻസുമായിട്ട് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, അവിടെ അലോമിനി ആയിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുക. അങ്ങനെ കുറച്ചുകൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവർ ഏജൻസി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പഠനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തി പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അർത്ഥം ഏജൻസീസ് കമ്മീഷൻ മേടിക്കാണ്ട് ചുമ്മാ ഫ്രീ ആയിട്ട് പണിയെടുത്ത് കൊടുക്കുന്നത് അവർ കമ്മീഷൻ മേടിക്കാൻ തെറ്റാന്നുമല്ല. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ അതുകൂടാണ്ട് എല്ലാ ഏജൻസീസും മോശമാണെന്നും അല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ഏജൻസി വഴി പോവുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്ത് കിട്ടും, അത് കാര്യമുണ്ട്. അവർ പണിയെടുക്കുന്നതിന് അവർ കമ്മീഷൻ കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷെ വരുന്ന പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഏത് കോഴ്സാണെന്ന് നോക്കാണ്ട് അവർക്ക് കമ്മീഷൻ കിട്ടുന്നോ എന്നുള്ള ഫുൾ ബിസിനസ് മൈൻഡ് സെറ്റില്ല. അത് അവരെ കുറ്റം പറയാനും പറ്റില്ല. അപ്പം നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെയാണ് ആവശ്യം അതറിഞ്ഞ് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കെണികളിലൊന്നും പോയി പെടാതെ ശ്രമിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് സ്വന്തം അപ്ലൈ ചെയ്ത് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്ന. ഏജൻസീസ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഏജൻസീസും ഉണ്ട്, പക്ഷെ അവരവരുടെ ലാഭവും നോക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടി നോക്കിയിട്ട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനും നോക്കുക. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് ഇതിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. വേറെ മാത്രമല്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.